ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സിനിമാ മേഖലയെയും മലയാളികളെയും ഞെട്ടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 പുറത്തുവിട്ടിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയതോടെയാണ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച അവധിയായതിനാൽ കൂടിയാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച തന്നെ പുറത്തുവിട്ടത്. മിന്നുന്നതല്ല പൊന്നല്ല എന്ന തരത്തിലാണ് റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. സിനിമ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും. സഹകരിക്കുന്നവർക്ക് കോഡ് പേരുകൾ നൽകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും ഉൾപ്പെടുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അരക്ഷിതർ ആണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും ലഹരിയും സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നു. ഏതാനും നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സിനിമാ മേഖലയെ കൈയടക്കിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. താരങ്ങൾക്കെതിരെ മാത്രമല്ല, പ്രമുഖ സംവിധായകർക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ റിപ്പോർട്ടുകളിലുണ്ട്. വനിതാ താരസംഘടനയായ WCC എന്ന സംഘടനയിൽ അംഗത്വമെടുത്തുവെന്ന കാരണത്താൽ തന്നെ സിനിമകളിൽ നിന്ന് പുറത്താക്കുന്നു. WCCയിൽ നിന്ന് പ്രവർത്തിക്കുന്ന താരങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്ന് പുരുഷ താരങ്ങൾ തുറന്നു പറഞ്ഞു. ഈ നടിമാരെ സിനിമയിൽ അഭിനയിച്ചാൽ അമ്മയിലെ മുതിർന്ന താരങ്ങൾ അവരെ ചോദ്യം ചെയ്യുമെന്നും WCCയിൽ പ്രവർത്തിച്ച് സിനിമയിലെ അനീതികളെ കുറിച്ച് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന് ഭീഷണി വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. WCC രൂപീകരിച്ച നടിക്ക് തന്നെ നേരിടേണ്ടി വന്നത് വലിയ ദുരന്തമാണെന്നും പറയുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, പ്രതികരിക്കുന്ന പുരുഷന്മാരെയും ഇവർ ഒതുക്കാറുണ്ട്. സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ക്രിമിനൽ ഒരു ബോഡിയും പരിശോധിക്കുന്നില്ല. അത് സ്ത്രീകൾക്ക് വളരെയധികം പ്രശ്നങ്ങളും ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു. അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പരാതി നൽകിയപ്പോൾ ഒരു നടപടിയും എടുത്തില്ലെന്നതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം. അത്തരം സമീപനങ്ങൾ സിനിമയിലെ സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 233 പേജുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നുണ്ട്. നേരത്തെ പുറത്തുവിടാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സിനിമാ മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് 2019 കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്നു മുതൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അടക്കമുള്ളവരാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. 2019 ഡിസംബർ 31 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. ഇതിനെതിരെ മാധ്യമപ്രവർത്തകർ അടക്കം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KV വത്സല കുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ.